ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ഇന്നും തുടരും. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ തീരുമാനമാകുന്നതുവരെ സഭാ നടപടികളിൽ പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. AI നിർമ്മിത ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അസമിൽ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചു. പശ്ചിമബംഗാളിൽ അന്തിമ വോട്ടർപട്ടിക ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പണരഹിത ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജനറൽ ഇൻഷുറൻസ് കൌൺസിലുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വൈഗ കാർഷിക പ്രദർശന വിപണന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ റൈഫിൾ പിസ്റ്റൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗെയ്ക്വാദിന് സ്വർണ്ണം. വാർത്തകൾ വിശദമായി. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ലോക്സഭയിൽ കോൺഗ്രസ് എംപി ശശി തരൂരാണ് ഇന്നലെ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. നികുതി വരുമാനം മാറ്റമില്ലാതെ തുടരുന്നതായി പറഞ്ഞ അദ്ദേഹം ബജറ്റ് കോർപ്പറേറ്റുകളെക്കാൾ സാധാരണ ജനങ്ങളിലേക്ക് നികുതി ഭാരം ചുമത്തിയതായി പറഞ്ഞു. ലോകം രാഷ്ട്രീയമായും സാമ്പത്തികമായും കലുഷിതമായ കാലഘട്ടത്തിൽ ഇന്ത്യ സൂക്ഷ്മ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുടെയും കേന്ദ്രമായി നിലകൊള്ളുകയാണെന്ന് രാജ്യസഭയിൽ ശിവസേന എംപി മിലിന്ദ് ദിയോറ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തീരുമാനമാകുന്നതുവരെ സഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. ഇന്നലെയാണ് സ്പീക്കർക്കെതിരെ 118 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന് സമർപ്പിച്ചത്. സർക്കാർ നിർദ്ദേശിക്കുകയോ കോടതി ഉത്തരവിടുകയോ ചെയ്താൽ നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. AI ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയാൻ ലക്ഷ്യമിട്ട് IT നിയമം 2021-ൽ സർക്കാർ ഭേദഗതി വരുത്തി. ഉള്ളടക്കങ്ങളിൽ ചേർത്തിട്ടുള്ള AI ലേബലുകളോ മെറ്റാഡേറ്റയോ നീക്കം ചെയ്യാനോ മറച്ചുവെക്കാനോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. പുതിയ നിയമങ്ങൾ ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യ UKയും വടക്കൻ അയർലൻഡുമായി ഒപ്പുവച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂണും ന്യൂഡൽഹിയിലാണ് കരാറിൽ ഒപ്പുവച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഹ്രസ്വകാല നിയമങ്ങളിലെത്തുന്ന ഇരു രാജ്യങ്ങളിലെയും ജീവനക്കാർക്ക് 36 മാസം വരെ ഇരട്ടി സാമൂഹിക സുരക്ഷാ സംഭാവനകൾ ഒഴിവാക്കാനാണ് കരാർ ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. UKയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറിന്റെ ഭാഗമാണ് ഈ കരാറെന്നും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിനൊപ്പം ഇതും പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് ഷെർപ്പ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ ചൈനയുടെ എക്സിക്യൂട്ടീവ് വൈസ് ഫോറിൻ മിനിസ്റ്ററുമായി ശ്രീ മിശ്രി നയതന്ത്ര സംഭാഷണവും നടത്തി. ആഗോള പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചും ബഹുമുഖ വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ബ്രിക്സ് 2026 ഷെർപ്പകളുമായും വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 20 വർഷം പൂർത്തിയാക്കുന്ന ബ്രിക്സ് അന്താരാഷ്ട്ര സഹകരണത്തിനും ഏകോപനത്തിനുമുള്ള സുപ്രധാന വേദിയായി നിലകൊള്ളുന്നതായി ശ്രീ ജയശങ്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് 2026-ലെ മുൻഗണനാ വിഷയങ്ങളായ പ്രതിരോധശേഷി, സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതിനിധികൾ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സ്വാഗതം ചെയ്യുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അസമിലെ 126 നിയമസഭാ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2026-ലെ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചു. പുതിയ പട്ടിക പ്രകാരം ആകെ വോട്ടർമാരുടെ എണ്ണം 2,49,58,139 ആണ്. കരട് പട്ടികയിൽ നിന്ന് 2,43,485 വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. പുതിയ പട്ടികയിൽ പരാതിയുള്ളവർ 15 ദിവസത്തിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനും 30 ദിവസത്തിനുള്ളിൽ സിഇഒയ്ക്കും അപ്പീൽ നൽകണം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പശ്ചിമബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർപട്ടിക ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ച കൂടി നീട്ടാൻ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. അന്തിമ വോട്ടർപട്ടിക ഈ മാസം 14-ന് പുറത്തിറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. തീവ്ര വോട്ടർപട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 62 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഹിയറിംഗ് നോട്ടീസ് കൈപ്പറ്റിയ മുഴുവൻ പേരുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർപട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജനറൽ ഇൻഷുറൻസ് കൌൺസിലുമായി ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കരാറിലൂടെ ആയുർവേദാധിഷ്ഠിത ആരോഗ്യ സേവനങ്ങൾക്ക് 32 ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ വഴി പണരഹിത ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ ലഭ്യമാക്കും. ആയുർവേദത്തെ മുഖ്യധാര ആരോഗ്യ ഇൻഷുറൻസ് ആവാസ വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിനുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സായുധ സേനകളുടെ സംയുക്ത പ്രവർത്തനങ്ങൾ, സ്വയം പര്യാപ്തത, ആധുനികവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡിഫൻസ് അക്വിസിഷൻ നടപടിക്രമം 2026ന്റെ കരട് തയ്യാറാക്കി പ്രതിരോധ വകുപ്പ്. പുതിയ കരട് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 3 മുൻപ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. സൈബർ സുരക്ഷയെക്കുറിച്ച് രാജ്യത്തെ പൌരന്മാർക്കിടയിൽ കൂടുതൽ അവബോധം വളർത്തേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാലത്ത് സൈബർ സുരക്ഷ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. गृह विभाग और रिजर्व बैंक ने मिलकर म्यूल अकाउंट हंटर का जो सॉफ्टवेयर बनाया है वो सारे बैंक, प्राइवेट बैंक हो, अंडरटेकिंग्स हो या कोऑपरेटिव बैंक, सबने एडॉप्ट कर अपने सारे बैंक अकाउंट को इससे क्लियर कर लेना. हम जब तक ये नहीं करते तब तक हम कस्टमर को बचाने का प्रयास पूर्णतया नहीं कर सकते. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വനിതാ കർഷകരുടെ വിജയഗാഥകൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, സംസ്കരണം, വിപണനം എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക, സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഈ മാസം 17-ന് ഇന്ത്യയിലെത്തും. 19-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റും ചർച്ച ചെയ്യും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ സംയുക്ത ഉദ്ഘാടനം നിർവഹിക്കാനായി ഇരു നേതാക്കളും മുംബൈ സന്ദർശിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ റൈഫിൾ പിസ്റ്റൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗെയ്ക്വാദിന് സ്വർണ്ണം. ജൂനിയർ വനിതാ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് ഇന്ത്യൻ താരത്തിന്റെ സ്വർണ്ണ നേട്ടം. ടീം ഇവന്റിൽ പ്രാചി ഗെയ്ക്വാദ്, അനുഷ്ക തോക്കൂർ, ഹേസൽ എന്നിവരുടെ സംഘം സ്വർണ്ണം സ്വന്തമാക്കി. ഇതോടെ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം 39ആയി. ICC പുരുഷ ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ USAയെ 32 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ കൊളംബോയിൽ നടന്ന ഗ്രൂപ്പ് A മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ USAയ്ക്ക് 20 ഓവറിൽ 8 വിക്കറ്റിന് 158 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെയും ഓസ്ട്രേലിയ അയർലൻഡിനെയും ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. കേരള സർവകലാശാലയിലെ നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഉത്തരവിറക്കി. പുതിയ യൂണിയൻ തെരഞ്ഞെടുപ്പിനായി ജനറൽ കൌൺസിൽ രൂപീകരിക്കുമെന്ന് VC അറിയിച്ചു. യൂണിയന്റെ കാലാവധി അവസാനിച്ചതിനാൽ സ്വാഭാവിക നടപടി മാത്രമാണിതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ബരാമതി വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നോൺ ഷെഡ്യൂൾഡ് വിമാന ഹെലികോപ്റ്റർ ഓപ്പറേറ്റർമാരുടെ പ്രത്യേക സുരക്ഷാ ഓഡിറ്റ് നടത്താനൊരുങ്ങി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഓഡിറ്റ് പൂർത്തിയായ തീയതി മുതൽ 10 ദിവസത്തിനുള്ളിൽ പരിശോധനാ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാരാമതിയിൽ തകർന്നു വീണ വിമാനം ഉൾപ്പെടുന്ന VSR ഏവിയേഷന്റെ പ്രത്യേക ഓഡിറ്റിന് 6 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ഇന്നും തുടരും. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ തീരുമാനമാകുന്നതുവരെ സഭാ നടപടികളിൽ പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. AI നിർമ്മിത ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ 3 മണിക്കൂറിനുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അസമിൽ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചു. പശ്ചിമബംഗാളിൽ അന്തിമ വോട്ടർപട്ടിക ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പണരഹിത ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജനറൽ ഇൻഷുറൻസ് കൌൺസിലുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വൈഗ കാർഷിക പ്രദർശന വിപണന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും.
ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ റൈഫിൾ പിസ്റ്റൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗേക്വാദിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.